കഴിഞ്ഞ 2 വർഷമായി ചർച്ചകളിലും ഞാൻ എഴുതിയ പല ലേഖനങ്ങളിലും ഞാൻ ഉന്നയിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിൽ പ്യൂരിറ്റാനിക്കൽ ഇസ്ലാം ശക്തമായി വളർന്നു വരുന്നു എന്നൊരു കാര്യം. 2, അതിനേറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള ഇസ്ലാം പഠനവുമാണ്. ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. മുസ്ലിം സംഘടനകൾ അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ അടിക്കടി പല ചർച്ചകളിലും സൂചിപ്പിച്ചു, പല ലേഖനങ്ങളിലും എഴുതി. ഞാൻ ഇന്നലത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിലാണ് ഇത് വിശ്വാസം മനോരോഗമാകുന്നതിന്റെ അവസാനത്തെ ലക്ഷണമാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ കേരളത്തിലെ, ഞാൻ ഏതെങ്കിലും സംഘടനയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, വ്യക്തികളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ചർച്ചകളിലേക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഏതെങ്കിലും മാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം വരും, അല്ലെങ്കിൽ അത് ടെലിവിഷൻ മാധ്യമമോ പത്രങ്ങളിലൊക്കെ കൂടുതൽ റിപ്പോർട്ടുകൾ വരുമെന്നുള്ളതാണ്. ഇതുവരെ അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ കാണാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. മലബാറിൽ, പ്രത്യേകിച്ചും കോഴിക്കോട്, കണ്ണീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കുന്ന നല്ലൊരു ശതമാനം കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം നിർത്തുന്നു. അവര് ഈ സിറിയയിൽ പോയി ജിഹാദ് ചെയ്യാനല്ല അവർ ആ വിദ്യാഭ്യാസം നിർത്തുന്നത്, മറിച്ച് ഇത് കേസ് സ്റ്റഡി നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയാണ്. അത് വളരെ ഈ ചർച്ച കേൾക്കുന്ന, ഇനി അത് പോലീസ് ഓഫീസേഴ്സ് ആയാലും മത നേതാക്കന്മാരായാലും സംഘടനാ നേതാക്കന്മാരായാലും ഇതിൽ കാര്യമായ ഒരു അന്വേഷണം നടത്തി അത് വേണ്ട ചികിത്സ വേണ്ട സമയത്ത് തന്നെ, ഇപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായി വന്നതാണ് 1920കളിൽ. 50കൾക്ക് ശേഷം അത് പല സ്വാധീനത്തിൽപ്പെട്ടു. ഗൾഫിൽ നിന്നുള്ള പെട്രോ ഡോളറിന്റെ സ്വാധീനത്തിൽപ്പെട്ട് പല ആശയധാരകളിലൂടെ അത് മുന്നോട്ട് പോവുകയാണ്. 2000-ന് ശേഷം ഈ സംഘടനകൾക്കുണ്ടായ ഭിന്നിപ്പിനെ തുടർന്ന് ഡിസല്യൂഷൻഡ് ആയിട്ടുള്ള, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം ആളുകൾ, അവരെന്നും ഏതെങ്കിലും കൃത്യമായ മതപാഠശാലകളിൽ പോയി പഠിച്ചിട്ട് വന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവര് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്താണ് അവർ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? ഈ കുട്ടികൾ ഇന്ന് പഠനം നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അറിയണ്ടേ? അവർ പറയുന്നത് മിക്സഡ് കോളേജിൽ പഠിക്കുന്നത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എന്റെ വാപ്പ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു കാർ വാങ്ങിയാൽ അതിലേക്ക് ഞാൻ കയറുകയില്ല. ഇത് അനിസ്ലാമികമായ സാഹചര്യമാണ്. ഇവിടെ ബാങ്ക് ലോണിന്റെ പ്രശ്നമുണ്ട്, ഇവിടെ സംഗീതമുണ്ട്, ഇവിടെ സിനിമയുണ്ട്, ഇവിടെ ഡ്രാമയുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് പോയി ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയണം. മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന എത്രയോ മക്കൾ ഈ കുടുംബങ്ങളിൽ നിന്നുണ്ടെന്നറിയാമോ? പാതിരാവിൽ അവർക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവര് നാളെ മരണപ്പെട്ട് ചെല്ലുമ്പോൾ അവരൊക്കെ ഇന്ന് കോളേജിൽ പഠിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളത്. അങ്ങനെ ഇത് 1-2 കേസല്ല, നിരവധി മരണാനന്തര ജീവിതത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങുമോ എന്ന സംശയം കാരണം ആ കുട്ടികൾക്ക് ഉറങ്ങാൻ പോലും ആകുന്നില്ല. ഇത് അവർ ഒരുതരം മനോരോഗത്തിന് അടിമപ്പെട്ട് കൃത്യമായി ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ ഇതാരാണ്, ആരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബോധനങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല എന്നാണ് എന്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ കുട്ടികളോട് മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാരണത്തിൽ ഉപദേശിച്ചാൽ, ഏതെങ്കിലും ഒരു കൌൺസിലറെ കൊണ്ട് ഉപദേശിച്ചാൽ അപ്പോഴേക്ക് അവർ സമ്മതിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓൺലൈനിൽ നിന്ന് പുതിയൊരു ഖുർആന്റെ ആയത്ത്, ഹദീസിന്റെ ഒരു കഷ്ണവുമായിട്ട് വരികയാണ്. ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും കഷ്ണം എന്ന് പറഞ്ഞാൽ ആ കഷ്ണം അതിന്റെ വാച്യാർത്ഥത്തിൽ എടുക്കുമ്പോൾ ശരിയായിരിക്കാം. ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് അതിന്റെ വാച്യാർത്ഥത്തിലല്ലോ, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷനിലല്ലോ, അതിന്റെ കോണ്ടക്സ്റ്റിലല്ലേ അതിന്റെ അർത്ഥം വരുന്നത്. ആ കോണ്ടക്സ്റ്റൊക്കെ വിട്ട് ഈ രൂപത്തിൽ മതത്തെ തെറ്റായി കുട്ടികളിൽ അടിച്ചേൽപ്പിച്ച് അവരിൽ ഒരുതരം ഭീതിയും ഹാലൂസിനേഷനും ഒരുതരം ഹിസ്റ്റീരിയയും ഒക്കെ പടർത്തി അവരെ 7ാം നൂറ്റാണ്ടിന്റെ അവസ്ഥയിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ ഒരു ചർച്ചയിൽ, 1-2 ചർച്ചയിൽ പറഞ്ഞു, ഇവിടെ ഈ പിന്നെ അത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്, നിലമ്പൂരിനടുത്ത് അത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത കാലത്ത് ജനങ്ങൾ ഇടപെട്ടത് അടച്ചുപൂട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ ഒരുതരം ആശ്രമ ജീവിതം പോലെ ആളുകൾ, ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് അവിടെ ജീവിക്കുന്നത്. നബി 7ാം നൂറ്റാണ്ടിൽ ആടുകളെ മേയിച്ച് ആ രൂപത്തിലാണ് ജീവിച്ചത്. ഇവിടെ മലബാറിൽ നിന്ന് ആളുകൾ യമൻ ദമ്മാജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ദമ്മാജ് ഗ്രൂപ്പിൽ ചെന്ന് ചേർന്നാൽ മാത്രമേ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ എന്നുള്ളത്. ദമ്മാജിലേക്ക് പോവുകയോ സിറിയയിലേക്ക് പോവുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു പുതിയ തലമുറ വളർന്നു വരുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾ പോലും, +1 +2 പഠിക്കുന്ന കുട്ടികൾ പോലും, എഞ്ചിനീയറിംഗ് മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ പോലും, എത്രയോ കുട്ടികൾ പഠനം നിർത്തിയതായിട്ട് എനിക്കറിയാം. എന്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യമായ സംഗതിയാണ്. ഇതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇത് അടിയന്തരമായി ഇടപെടേണ്ട ഒരു സംഗതിയാണ്. ഇത് കേരളത്തിൽ ഈ അവസ്ഥ ആദ്യമുണ്ടായാൽ ഇത് അവർ മനോനില തെറ്റുകയും
എന്ത് തരത്തിലുള്ള അവസ്ഥയിലേക്കും അവർ ചെന്ന് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള മനോരോഗമുള്ളവരെയാണ് നാളെ തീവ്രവാദികളായി മാറ്റുന്നത് എന്നത് നാം മനസ്സിലാക്കണം. തീവ്രവാദം മതം മനോരോഗമായി മാറുകയും അതിന്റെ അവസാനത്തെ പടിയായി എത്തുമ്പോഴാണ് മനുഷ്യന്റെ കഴുത്തറുക്കുന്നതും ആ രൂപത്തിലുള്ള പൈശാചികമായ കൃത്യങ്ങളിലേക്ക് ആളുകൾ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ വളരെ കൃത്യമായ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിലെ സംഘടനാ നേതാക്കന്മാർക്കുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്, ഗവൺമെന്റിനുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിനുണ്ട്. ആത്യന്തം അപകടകരമായ ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച് കേരളത്തിൽ എന്റെ അറിവിൽ ചില സംഘടനാ നേതാക്കൾക്കും അറിയാം, ചില സംഘടനകൾക്കും ഈ വിഷയം അറിയാം. അവർ ഇതുവരെ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ അതുകൊണ്ട് ഞാൻ